ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് തിരുവാതിര ആശംസകൾ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോണത് നമ്മളുടെ തിരുവാതിര സ്പെഷ്യൽ കൂവ പായസം ഞങ്ങളുണ്ടാക്കുന്ന രീതി കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ദിവസം ഞാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. തുടങ്ങി എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ചയായിട്ട് ചെയ്തിട്ട് എനിക്ക് സുഖമില്ലാത്ത കാരണം ഇപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്ത. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സും അവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു പറഞ്ഞതിൽ എനിക്ക് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതാണ് കേട്ടോ കൂവപ്പൊടി, പിന്നെ ശർക്കര പാനി, തേങ്ങാക്കൊത്ത്, കുറച്ച് ചെറുപരിപ്പ് വറുത്തത്, നെയ്യ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കൂവ പായസം പാത്രം വയ്ക്കാം, കത്തിച്ചിട്ട് നെയ്യ് ഇടാം കേട്ടോ. അതിൽ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം നമ്മൾ കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് കേട്ടോ. ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്തിടുക കേട്ടോ. തേങ്ങാക്കൊത്തിട്ട് നന്നായി വറുത്തെടുക്കണം. അതിലിതാ ഒരുപാട് ബ്രൗൺ ആവണ്ട, നമ്മൾ തേങ്ങാക്കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെടുത്ത് വെച്ചില്ലേ, അത് ഇത് കൂവപ്പൊടി എടുത്ത് വെച്ചില്ലേ, 1 ഗ്ലാസ് കൂവയ്ക്ക് ഞാൻ ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വെള്ളം നല്ല വേവണം അത് കേട്ടോ. എന്നിട്ട് ഇതിലൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയത് തന്നെ. എന്നാലും എന്തെങ്കിലും ഒരു അതിൻ്റെ ഇലയോ ഇതോ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒഴിച്ചാൽ എന്തെങ്കിലും കട്ടോ കരടോ അല്ലേ നമ്മൾ ഈ ഉണക്കാനൊക്കെ വയ്ക്കുമ്പോഴേ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ സ്ട്രെയിൻ ചെയ്ത് വയ്ക്കും. ഓക്കെ, നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിൽ തന്നെ വെച്ചു കേട്ടോ. ആ നെയ്യ് തന്നെ നമുക്ക് മതിയാവും. നമ്മൾ ഇത് വറുത്തെടുത്തില്ലേ, ഇത് തന്നെ. എന്നിട്ട് നമ്മൾ 1 ഗ്ലാസ് ശർക്കരപ്പാനിയും കൂടെ ഒഴിക്കുക കേട്ടോ. ഇതും ഞാൻ പിന്നെ ഉരുക്കി വെച്ചതാണേ, ഉരുക്കി അരിച്ച് വെച്ചതാണ്. ഇത് നോക്കുക, നമുക്കെല്ലാം കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. മധുരം ഓരോരുത്തർക്ക് കൂടുതൽ വേണം, കുറവ് വേണം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ശർക്കരപ്പാനി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായി എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ. ഇത് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കേണ്ടി വരും കേട്ടോ. വെള്ളം കുറച്ച് കുറവാണ്, നമുക്ക് 1 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിക്കാം. ഞാൻ 1 ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഇത് ഒന്ന് ചൂടായി ഒന്ന് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ചെറുപരിപ്പ്, അതും ഇടുക. തേങ്ങാക്കൊത്തും ഇട്ട് ഇളക്കി ഇതാക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. ഓക്കെ, അങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഇത് ഇടുക. നെയ്യിൽ വറുത്തില്ലേ തേങ്ങാക്കൊത്ത്, അതും ഇടുക. വറുത്ത് വെച്ച ഇത് കുറച്ച് എന്താ പറയുക ചെറുപരിപ്പും കൂടെ ഇടുക. ഇട്ടിട്ട് നന്നായി ഇളക്കണം. അത് വെന്ത് വരുമ്പോൾ നമുക്കറിയാം, അതിങ്ങനെ കറുത്തൊരു കളറായിട്ട് വരും. ഇതിനെങ്ങനെ നമ്മൾ സ്പൂണിൽ ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും.
കണ്ടോ അങ്ങനെ കുറുകി വരും അത് കേട്ടോ. നമ്മൾ സിമ്മിലിട്ട് ചെയ്യണം. എങ്ങനെ വേണം എടുക്കാം, കട്ടിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇതായിട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കുറുക്കി എടുക്കണത് സിമ്മിൽ വെച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി വേണം നമ്മൾ. അങ്ങനെ ഇരിക്കുക.